ഡേ ഡോൺ ബി ബഞ്ച് ഓഫ് സ്നോഫ്ലിക്സ് തൊട്ടാവാടികളാവരുതെന്ന് 2025 ക്യാൻസൽ കൾച്ചർ ഒന്നും കൊണ്ടുവരേണ്ടത്. ഒരു വാക്കിന്റെ പുറത്തോ ഒരു കോമഡിന്റെ പുറത്തോ ഒരാളെ ക്യാൻസൽ ചെയ്ത് അയാളെ ഇല്ലാതാക്കാനല്ല നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. സമീർ റൈനന്റെ ഇന്ത്യ ഗോട്ട് ലേറ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഒരു കേരളത്തിനെ കുറിച്ചുള്ള ഒരു റെഫറൻസും പിന്നെ ഈ ഒരു അഡൽട്ട് ജോക്കും ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇന്ത്യയിൽ വേറെ ഒരു പ്രശ്നമില്ല, ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ആദ്യം കേരളത്തിനെ കുറിച്ച് പറഞ്ഞത്, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറയുന്നത് എന്താ സംഭവം? നിങ്ങൾ ഇതിന് മുന്നേ ഇതൊന്നും കണ്ടിട്ടില്ലേ? ഈ ഹനുമാൻ കന്റിന്റെ ഏത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ എന്തെടുത്ത് നോക്കിയാൽ അതിന്റെ അടിയിൽ ഈ കമന്റ് ഉണ്ടാവും. അത് ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. എന്ത് കേരളത്തെ കുറിച്ച് പോസ്റ്റ് ഇട്ടാലും അതിന്റെ അടിയിൽ ഏതെങ്കിലും അമ്മാവനോ ആരെങ്കിലും വന്ന് കമന്റ് ചെയ്യും, ഇവിടെ 100% ലിറ്ററസി ആണ്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല, ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട്. സംഭവം നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് അവർ കളിയാക്കുകയാണ്. ഇതേപോലെ നമ്മൾ കളിയാക്കി ചിരിക്കുന്നില്ലേ? ഇപ്പോൾ ഈ ഇസ്രായേലുകാർ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടും, അതിന്റെ അടിയിൽ പോയിട്ട് കുറേ ആൾക്കാർ ഇന്ത്യ ഫുൾ സപ്പോർട്ട് സാർന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടും. ഇസ്രായേലുകാർ വന്നിട്ട് നീ ഏതാ പോടാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചൊരു കമന്റ് ഇടും. അത് കണ്ട് നമ്മൾ ചിരിച്ചിട്ടില്ലേ? അതേപോലെ എല്ലാ സ്റ്റേറ്റ്സിനും നമ്മൾ കളിയാക്കാറുണ്ട്. ബീഹാർ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ഉണ്ട് ബീഹാറിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. രാജസ്ഥാനിൽ ചൈൽഡ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ടും ഡൽഹിയിൽ സ്ട്രീറ്റ്സിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഡേഞ്ചർ ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മൾ കളിയാക്കാറുണ്ട്. ജാർഖണ്ഡ് എന്നുള്ള സ്റ്റേറ്റ് ഡസൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് റെഡിറ്റ് തന്നെ ഉണ്ട്. ഫുൾ കോമഡിയാണ് അതിൽ. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ട് ചിരിച്ചു, എല്ലാം ഓക്കെയാണ്. നമ്മളെ പറയുമ്പോൾ മാത്രം നമ്മൾ പൊള്ളുന്നത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അവർ നമ്മളെ കളിയാക്കുക, നമ്മൾ തിരിച്ച് കളിയാക്കുക, അതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലാതെ അവർ മുഴുവൻ ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമാണോ? രണ്ടാമത്തെ കാര്യം ആ ഡാർക്ക് ഹ്യൂമറിനെ കുറിച്ചുള്ള കാര്യമാണ്. നീയൊക്കെ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ? സമീർ റൈനന്റെ ആ ചാനലിലുള്ള വേറെ വീഡിയോസ് എടുത്ത് കാണ്. അതിൽ മുഴുവൻ ഇതിനേക്കാളും ഡാർക്കായിട്ടുള്ള കോമഡീസ് ആണ്. അപ്പം നിങ്ങൾ ഈ ആരും ഇത് നിർബന്ധിച്ച് ഇരുന്ന് കാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണമെന്നല്ലല്ലോ. 6 മണിക്ക് ഏഷ്യാനെറ്റിൽ വരുന്ന പരിപാടിയൊന്നും അല്ലല്ലോ ഇത്. അപ്പം എന്താണ്, വേണമെങ്കിൽ ഇരുന്ന് കണ്ടാൽ മതി. നിങ്ങൾ അതിൽ അമർത്തിയാലല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലെ ഓരോന്ന് കണ്ടിട്ട് എന്താണെന്ന് അറിയുകയും ചെയ്യുക, അത് അമർത്തുകയും ചെയ്തിട്ട് കാണുകയും ചെയ്തിട്ട് അയ്യേ ഇതൊന്നും എനിക്ക് പറ്റിയതല്ല പറഞ്ഞാൽ അത് ഓഫ് ചെയ്ത് പോവുക. അല്ലാതെ അതിന് ഭയങ്കര ഇതാണ് ഇന്ത്യയുടെ ഇനി ഉള്ള യൂത്തിനെ മുഴുവൻ ഇങ്ങനത്തെ കോമഡി പറഞ്ഞ് കേടുവരുത്തും. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? വേറൊരു കാര്യം, ഈ ഒരു ഷോ തന്നെ ടോണി ഹിഞ്ച് ക്ലിഫിന്റെ കിൽ ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതൊക്കെ ഇരുന്നൊന്ന് കാണാം, ഒറിജിനൽ ഷോ ഒക്കെ കാണാം. അതിലൊക്കെ അവർ എന്തൊക്കെയാ പറയുന്നതൊക്കെ ഒന്ന് കേക്ക്. ഇറ്റ്സ് എ എഡ്ജി കോമഡി ഷോ. അപ്പം നമ്മൾ എന്താണ് അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എഡ്ജി കോമഡീസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓരോ റേജ് ബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പലത് പോസ്റ്റ് ഇടും, അതിലൊന്നും ചെന്ന് വീഴരുത്. ഞാൻ എന്നാൽ 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് കണ്ടു, ഹിന്ദിക്കാരൻ തന്നെ ഫുൾ കേരളനെ സപ്പോർട്ട് ചെയ്തിട്ട്. എന്തിനാണ് അവർ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? റേജ് ബേറ്റ് ചെയ്യാനാണ്. നിന്നെ കൊണ്ടൊക്കെ കമന്റ് ചെയ്യിപ്പിച്ച് അവന്റെ വ്യൂസ് കൂട്ടാനാണ്. അവന്റെ തന്നെ ഒരു 10 പോസ്റ്റിന്റെ മുന്നത്തെ പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കേരളത്തിനൊക്കെ തെറി വിളിക്കുന്ന പോസ്റ്റുകളായിരിക്കും. ദയവേത് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു വെച്ചിട്ട് മണ്ടന്മാരാവരുത് ഇന്റർനെറ്റിൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേൾക്കാൻ പറ്റുക കേൾക്കുക, ഇല്ലെങ്കിൽ വിടുക.